ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ട് ടെമ്പറേച്ചർ കൺട്രോളറിന്റെ സെലക്ട് TC303 എന്ന് പറയുന്ന ടെമ്പറേച്ചർ കൺട്രോളറിന്റെ PID ഓട്ടോ ട്യൂണിങ്ങിനെ കുറിച്ചാണ്. PID ഓട്ടോ ട്യൂണിങ് ചെയ്തിട്ട് അതിന്റെ പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് പാരാമീറ്റേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി അത് ഒപ്റ്റിമം വാല്യൂ സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, പ്രാക്ടിക്കലി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിലെ സെറ്റ് പോയിന്റ് വാല്യൂ എത്രയാണ് എന്ന് നോക്കാം. ഇതിലെ സെറ്റ് പോയിന്റ് വാല്യൂ എത്രയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നോക്കുന്നതിനായിട്ട് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇതിലെ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിലെ സെറ്റ് പോയിന്റ് വാല്യൂ 160°C ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സെറ്റ് പോയിന്റ് വാല്യൂ കൂട്ടാനും കുറക്കാനും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് വാല്യൂ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോ സെറ്റ് ബട്ടൺ 165°C ആണ് വെച്ചിരിക്കുന്നത്. ഇനി PID പാരാമീറ്റേഴ്സും PID ഓട്ടോ ട്യൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഉള്ളത് ഇതിന്റെ പ്രോഗ്രാമിംഗ് ലെവൽ 2-ലാണ്. പ്രോഗ്രാമിംഗ് ലെവൽ 2-ലേക്ക് പോകുന്നതിനായി അപ്പ് ബട്ടൺ 3 സെക്കൻഡിൽ കൂടുതൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലെവൽ 2-ലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് നമുക്ക് PID പാരാമീറ്റേഴ്സ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ മാനുവൽ ട്യൂണിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് PID പാരാമീറ്റേഴ്സ് മാനുവലി ചേഞ്ച് ചെയ്തും ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് PID ഓട്ടോ ട്യൂണിംഗ് ആണ്. PID ഓട്ടോ ട്യൂണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് PID പാരാമീറ്റേഴ്സിലെ PID ഇതിലെ ലെവൽ 2-ലെ ഫസ്റ്റ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ട്യൂണിങ്ങിന് ഓൺ ചെയ്ത് വിട്ടാൽ മതി. അപ്പോ ട്യൂണിംഗ് ഇനി PID ഓട്ടോ ട്യൂണിംഗ് വഴി എന്താണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊപ്പോർഷണൽ ബാൻഡും ഇന്റഗ്രൽ ടൈമും ഡെറിവേറ്റീവ് ടൈമും അതായത് ഇതിന്റെ PID പാരാമീറ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിമം വാല്യൂ നമ്മുടെ പ്രോസസ്സിന് അനുസൃതമായിട്ട് ഒപ്റ്റിമം വാല്യൂ ഈ ടെമ്പറേച്ചർ കൺട്രോളർ തന്നെ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ ടെമ്പറേച്ചർ കൺട്രോളർ തന്നെ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് PID ഓട്ടോ ട്യൂണിംഗ്. അപ്പോൾ നമുക്ക് PID ട്യൂണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി പ്രോഗ്രാമിംഗ് ലെവൽ 2-ലെ പാരാമീറ്റേഴ്സ് ഫസ്റ്റ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ട്യൂൺ എന്ന പാരാമീറ്റർ ഓൺ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അത് ഓൺ ചെയ്യുന്നതിനായിട്ട് PID ഓട്ടോ ട്യൂണിംഗ് ഓൺ ചെയ്യുന്നതിനായിട്ട് PID ട്യൂൺ എന്ന പാരാമീറ്റർ എടുത്തതിന് ശേഷം സെറ്റ് ബട്ടണും അപ്പ് ബട്ടണും പ്രസ് ചെയ്ത് അത് PID ട്യൂണിംഗ് ഓഫ് എന്നുള്ളത് ഓൺ ആക്കണം. അത് ഓൺ ആക്കി വിട്ട് കഴിഞ്ഞാൽ PID ട്യൂണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോ അത് ഓഫ് ആണുള്ളത്. ഇനി അതിന് സെറ്റ് ബട്ടണും അപ്പ് ബട്ടണും പ്രസ് ചെയ്തിട്ട് അത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ PID ട്യൂണിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പ് ബട്ടൺ 3 സെക്കൻഡിൽ കൂടുതൽ പ്രസ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മളുടെ പ്രോസസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേയിലേക്ക് തന്നെ വരണം. ഇപ്പോ ഈ കാണുന്ന ഈ ബ്ലിങ്ക് ചെയ്യുന്ന ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഓട്ടോ ട്യൂണിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഓട്ടോ ട്യൂണിംഗ് സ്റ്റാർട്ട് ആയിട്ട് ഓട്ടോ ട്യൂണിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇത് ടെമ്പറേച്ചർ ഇപ്പോ ഇതിന്റെ ഓട്ടോ ട്യൂണിംഗ് നടക്കുന്ന സമയത്ത് കൺട്രോളർ ഹീറ്ററിലേക്കുള്ള സപ്ലൈ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്തിട്ട് ഇതിന്റെ ഒപ്റ്റിമം വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഈ PID പാരാമീറ്റേഴ്സിന്റെ ഒപ്റ്റിമം വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇതൊരു നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പോൾ വീഡിയോ നമുക്ക് പോസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓട്ടോ ട്യൂണിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം തിരിച്ചു വരാം. അതിനു മുമ്പേ ഈ ഓട്ടോ ട്യൂണിംഗ് ചെയ്തതിന് ശേഷം
നടക്കുമ്പോൾ ഓട്ടോ ട്യൂണിംഗ് നടന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ വാല്യൂ ചെക്ക് ചെയ്യണം. അത് PID പാരാമീറ്റേഴ്സിന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. മുമ്പുണ്ടായിരുന്ന PID പാരാമീറ്റേഴ്സിന്റെ വാല്യൂ പ്രൊപ്പോർഷണൽ ബാൻഡ് 15 ഡിഗ്രി സെൽഷ്യസും ഇന്റഗ്രൽ ടൈം 2 മിനിറ്റും ഡെറിവേറ്റീവ് ടൈം 20 സെക്കൻഡുമായിരുന്നു. ഇനി PID ഓട്ടോ ട്യൂണിംഗ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ PID പാരാമീറ്റേഴ്സ് എത്രയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോ PID ട്യൂണിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ബ്ലിങ്കിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിനർത്ഥം PID ട്യൂണിംഗ് കംപ്ലീറ്റ് ആയി എന്നാണ്. ഇനി നമുക്ക് ആ PID പാരാമീറ്റേഴ്സ് തന്നെ വീണ്ടും നോക്കുന്നതിനായിട്ട് നമുക്ക് അപ്പ് ബട്ടൺ 3 സെക്കൻഡിൽ കൂടുതൽ പ്രസ് ചെയ്ത് പ്രോഗ്രാമിംഗ് ലെവൽ 2 പോകാം. ഇപ്പോ ട്യൂണിംഗ് ഓഫ് എന്ന് കാണുന്നുണ്ട്, കാരണം PID ട്യൂണിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോ പ്രൊപ്പോർഷണൽ ബാൻഡ് 53 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. അതുപോലെ ഇന്റഗ്രൽ ടൈം 2.4 മിനിറ്റും ഡെറിവേറ്റീവ് ടൈം 37 സെക്കൻഡും ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പ്രോസസ്സിന്റെ ഒപ്റ്റിമം വാല്യൂ. PID പാരാമീറ്റേഴ്സിന്റെ ഒപ്റ്റിമം ഇത് PID കൺട്രോളർ തന്നെ, ഈ ടെമ്പറേച്ചർ കൺട്രോളർ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒപ്റ്റിമം വാല്യൂ എടുക്കുന്ന ഈ പ്രോസസ്സാണ് PID ഓട്ടോ ട്യൂണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ നോർമൽ പ്രോസസ് വാല്യൂ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് അപ്പ് ബട്ടൺ 3 സെക്കൻഡിൽ കൂടുതൽ പ്രസ് ചെയ്ത് നമുക്ക് നോർമൽ സ്ക്രീനിലേക്ക് തന്നെ വരാം. അതിനായിട്ട് അപ്പ് ബട്ടൺ 3 സെക്കൻഡിൽ കൂടുതൽ പ്രസ് ചെയ്യാം. ഇപ്പോ നമ്മൾ നോർമൽ പ്രോസസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ സെറ്റ് പോയിന്റ് 165 ആയിരുന്നു. ഇത് PID ട്യൂണിങ്ങിന്റെ ഭാഗമായിട്ട് ഇത് ടെമ്പറേച്ചർ കൂട്ടുകയും കുറക്കാനും വേണ്ടിയിട്ട് ചെയ്തപ്പോ ടെമ്പറേച്ചർ മാറിയതാണ്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് 165 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ സെറ്റ് പോയിന്റ് ആയിട്ടുള്ള 165 തന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി വരുന്നത് വരെ ബൈ.